കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കണു കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കി നോക്കണമെന്ന്. എന്താണെന്നറിയില്ല, അത് തിന്നാനൊരു പൂതി. അപ്പം ഞാൻ ഇന്ന് അതൊന്ന് സെറ്റാക്കി എടുക്കാൻ വിചാരിച്ച്. അപ്പം ഞാനും ഇതാദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കൽ നോക്കിയാലോ. അപ്പം ഞാൻ ബീഫ് കറിയാണ് ആദ്യം റെഡിയാക്കുന്നത്. ഒരു കുക്കറിലേക്ക് എണ്ണ ഒഴിച്ച് ഒരു സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 3 തക്കാളിയും ആവശ്യത്തിനൊപ്പും, പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ആവശ്യത്തിന് വെള്ളവും നമ്മളെ ബീഫും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അത് വേവിച്ചെടുക്കാം. നമ്മൾ ബീഫ് കറി ഉണ്ടാക്കാം. ഇനി നമ്മൾ അതിലേക്കുള്ള പത്തൽ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് ഉപ്പും എണ്ണയും കൂടി ഒഴിച്ചിട്ട് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് 1.5 കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അതിൻ്റെ മുന്നേ ആ ഒരു മിക്സിലേക്ക് നമ്മൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങ അരച്ചതും ചീരുള്ളിയും പെരുംജീരകത്തിൻ്റെ ആ ഒരു മിക്സ് ക്രഷ് ചെയ്തത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് നമ്മൾ ആ ഒരു പത്തലിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. ഇത് ഇനി നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള അരപ്പാണ്. ഇത് നമ്മൾ തേങ്ങ അരച്ച ബീഫ് കറി ഉണ്ടാക്കൂലേ, അതിലേക്കൊക്കെ റെഡിയാക്കി എടുക്കണ പോലെ റെഡിയാക്കി വെക്കുക. ഇനി ആവിയിൽ വേവിച്ച ഈ ബീഫിൻ്റെ പത്തൽ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കൊറിയാണ്ടർ ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം നമ്മളിതൊന്ന് വേവിച്ചെടുക്കുക.